പൊന്നാനിയിൽ വൃദ്ധസദനവും പകൽ വീടുകളും തുടങ്ങുന്നതിന് സർക്കാരിനോട് ശുപാർശ നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. പൊന്നാനി നഗരസഭാ പരിധിയിൽ വൃദ്ധസദനവും പകൽ വീടുകളും ആരംഭിക്കുന്നതിന് വനിതാ കമ്മീഷൻ സർക്കാരിന് ശുപാർശ നൽകും. തീരപ്രദേശത്ത് ഒറ്റപ്പെട്ടു കഴിയുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. സങ്കീർണമായ ജീവിത സാഹചര്യമാണ് തീരപ്രദേശത്തെ സ്ത്രീകളുടേത്. വിവാഹത്തിനു ശേഷം ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണവും കൂടുതലാണ്. ഇക്കാര്യത്തിൽ പൊന്നാനി നഗരസഭയും ബന്ധപ്പെട്ട വകുപ്പുകളും നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. തീരപ്രദേശത്തെ സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കിയെടുക്കാനുള്ള അടിയന്തരമായ ഇടപെടൽ അനിവാര്യമാണ്. തീരദേശത്ത് അസുഖബാധിതരായവർ, ശയ്യാവലംബരായവർ തുടങ്ങിയവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പാലിയേറ്റീവ് പ്രവർത്തനം മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. കിടപ്പ് രോഗികളും അതിതീവ്ര ഭിന്നശേഷിക്കാരുമുള്ള വീടുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ അടിയന്തരമായി വേണം. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും ഈ പ്രദേശത്ത് കൂടുതലായുണ്ട്. അവരുടെ മാനസികാരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നഗരസഭാ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. ഇവിടെ ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇവിടെ പൊന്നാനി പ്രദേശത്ത് തന്നെ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ ഇത്തരത്തിലുള്ളൊരു കേന്ദ്രം തുടങ്ങുന്നത് ഉചിതമായിരിക്കും. ഞങ്ങൾ ഈ കാര്യം സംബന്ധിച്ച് സർക്കാരിനൊരു ശുപാർശ സമർപ്പിക്കാം. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ KK ജംഗ്ഷൻ പൊന്നാനിയിലും. 200 രൂപയുടെ ലാഭമേള, 5 രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും. ഓരോ 500 രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ. KK ജംഗ്ഷൻ, എടപ്പാൾ റോഡ്, പൊന്നാനി.